സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹസ്വാഗതം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് സങ്കീർത്തനം 138 അതിന്റെ 8ാമത്തെ വാക്യമാണ്. വളരെ ശക്തമായ ഒരു വാഗ്ദാനമാണത്. അതെ, വളരെ ആഴമുള്ള വാക്കുകൾ. നമുക്കൊന്ന് വായിക്കാം അല്ലേ? യഹോവ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കും. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. ആദ്യത്തെ ഭാഗം, യഹോവ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കും. എന്താ പറയാ, അതൊരു സാധാരണ ഉറപ്പല്ല. അല്ല, ഇതൊരു വെറും ആഗ്രഹമോ പ്രത്യാശയോ അല്ല. ഇതൊരു ദൈവിക പ്രഖ്യാപനമാണ്, ഒരു ഉറപ്പ്, വ്യക്തിപരമായ ഉറപ്പ് അല്ലേ? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദൈവം സകലവും നിർവഹിക്കും. ശരിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്ലാനുകൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമെന്നതിനേക്കാൾ അനിശ്ചിതത്വങ്ങളുണ്ടാവാം. ലക്ഷ്യത്തിലെത്തുന്നില്ലെന്ന് തോന്നാം. ചിലപ്പോ വിജയമെന്ന ലോകം പറയുന്നത് പോലും നമുക്കൊരു ശൂന്യതയായി തോന്നിയേക്കാം. ശരിയാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ വാക്യം ഓർക്കുന്നത്, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം എന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക പദ്ധതി വെച്ചിട്ടുണ്ട്, അത് അവിടുന്ന് തന്നെ പൂർത്തിയാക്കും എന്നറിയുന്നത്, അതൊരു വല്ലാത്ത ആശ്വാസമാണ്. ആശ്വാസം മാത്രമല്ല, അതൊരു രൂപാന്തരപ്പെടുത്തുന്ന സത്യം കൂടിയാണ്. എന്നാൽ ഈ ഉറപ്പിന്റെ അടിസ്ഥാനം എന്താണ്? അതാണ് അടുത്ത ഭാഗം പറയുന്നത്. യഹോവേ, നിന്റെ ദയ എന്നേക്കുമുള്ളത്. അവിടുത്തെ ദയ, ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ? തീർച്ചയായും. അത് വെറുമൊരു സഹതാപമല്ല, അത് ദൈവത്തിന്റെ മാറാത്ത സ്നേഹമാണ്, അവിടുത്തെ വിശ്വസ്തതയാണ്. ആ ഹെസദ് എന്ന് പറയുന്ന ആഴത്തിലുള്ള ഉടമ്പടി സ്നേഹം. നമ്മുടെ കുറവുകൾ കൊണ്ടോ ഭയങ്ങൾ കൊണ്ടോ വീഴ്ചകൾ കൊണ്ടോ ഒന്നും അതിന് മാറ്റം വരുന്നില്ല. ഇല്ല, അവിടുത്തെ സ്നേഹം സ്ഥിരമാണ്. അതെ, നമ്മൾ ചിലപ്പോൾ സ്വയം അയോഗ്യരെന്ന് ചിന്തിച്ചേക്കാം, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വഴിമാറിപ്പോയെന്ന് തോന്നിയേക്കാം. എന്നാൽ അപ്പോഴും ദൈവത്തിന്റെ സ്നേഹം അതവിടെ തന്നെയുണ്ട്. അതാണ് ആ വാഗ്ദാനത്തിന്റെ അടിത്തറ. അപ്പോ ഈ ഒരു തിരിച്ചറിവിലാണ് അവസാനത്തെ ആ പ്രാർത്ഥന വരുന്നത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുതേ. അതൊരു യാചനയാണ്. എന്നാൽ ആ യാചനയില് വലിയൊരു വിശ്വാസം ഒളിഞ്ഞിലിപ്പുണ്ട്. ശരിയാണ്. ഞങ്ങളെ അങ്ങ് സൃഷ്ടിച്ചതാണല്ലോ, അങ്ങയുടെ കരവേലയാണ് ഞങ്ങള്. അതെ, അതുകൊണ്ട് ഞങ്ങളെ പൂർത്തിയാക്കാൻ, നിലനിർത്താൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ എന്നൊരു ഏറ്റുപറച്ചിലാണത്. ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വം. പൂർണ്ണമായ ആശ്രയത്വം. നിങ്ങൾ ദൈവത്തിന് അത്രയേറെ വിലപ്പെട്ടവരാണ്. അവിടുന്ന് താൻ തുടങ്ങിയ ഒരു വേലയെ പാതി വഴിയിൽ നിർത്തില്ല. അപ്പോ ജീവിതത്തിലെ കാത്തിരിപ്പുകൾ, ചിലപ്പോ പോരാട്ടങ്ങൾ, എന്തിനേറെ പറയുന്നു, നല്ല സന്തോഷത്തിന്റെ സമയത്തും ഈ സത്യം നമ്മൾ മുറുകെ പിടിക്കണം, അല്ലേ? തീർച്ചയായും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവിടുന്ന് എന്നെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, ഉപേക്ഷിക്കുകയുമില്ല. അതേസമയം ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ ഉദ്ദേശം ഉറപ്പാണ്. പക്ഷേ അത് നടക്കുന്നത് അവിടുത്തെ സമയത്താണ്, നമ്മുടെ ടൈം ടേബിൾ വെച്ചല്ല. ശരിയാണ്. നമ്മുടെ പ്ലാനുകളെക്കാൾ എത്രയോ വലുതാണ് അവിടുത്തെ പദ്ധതി. അതെ, നമ്മുടെ സംശയങ്ങളെക്കാൾ എത്രയോ ശക്തമാണ് അവിടുത്തെ സ്നേഹം. അവിടെയാണ് വിശ്വാസം ആവശ്യമായി വരുന്നത്. ആ വിശ്വാസത്തിൽ ആശ്രയിച്ചു മുന്നോട്ടു പോകാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ വാക്യം. അതെ, അവിടുത്തെ കരങ്ങൾ നമ്മെ താങ്ങുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിക്കുക. ഈ വലിയ ഉറപ്പിൽ നിന്നുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം നിങ്ങളും പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സങ്കീർത്തനം 138:8 അങ്ങയുടെ അത്ഭുതകരമായ വാഗ്ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുമെന്ന ഉറപ്പിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും, സന്തോഷത്തിലും ദുഃഖത്തിലും അനിശ്ചിതത്വത്തിലും അങ്ങൊരുക്കുന്ന പദ്ധതികൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പിതാവേ, പലപ്പോഴും ഞങ്ങളുടെ സംശയങ്ങൾക്കും സ്വന്തം നിലയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചതിനും ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം പുതുക്കണമേ. അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങാനുള്ള കൃപ നൽകണമേ. അങ്ങയുടെ കരവേലയായ ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് നടത്തണമേ. തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കണമേ. തളർന്നിരിക്കുന്നവർക്ക് പുതിയ ശക്തി നൽകണമേ. കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കാവശ്യമായ സംരക്ഷണം നൽകണമേ, മാർഗദർശനം നൽകണമേ. അങ്ങയുടെ ഹിതം അവരിൽ പൂർത്തിയാക്കണമേ. സമാധാനവും സന്തോഷവും അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയവും നൽകണമേ. കുടുംബങ്ങളിൽ ഐക്യം നൽകണമേ. അങ്ങ് അവരെ ഒരിക്കലും കൈവിടുകയില്ലെന്നും അങ്ങയുടെ സ്നേഹം അവരെ എന്നേക്കും നിലനിർത്തുമെന്നുമുള്ള ഉറപ്പ്
അവരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിനായി രൂപാന്തരപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, സാക്ഷ്യങ്ങൾ ഇവയൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നിങ്ങളുടെ ഓരോ ഇമെയിലും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഈ ചർച്ച നിങ്ങൾക്കൊരു പ്രചോദനമായി എന്ന് കരുതുന്നു. ദൈവം പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് വിശ്വസിക്കുമ്പോഴും ആ പൂർണ്ണതയ്ക്കായി നമ്മൾ എത്രത്തോളം ക്ഷമയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കാൻ തയ്യാറാണ്. ഇതൊരു തുടർചിന്തയ്ക്ക് വിടുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ സമാധാനവും അനുഗ്രഹവും നേരുന്നു. നന്ദി.